കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവവിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. So is he who lays up treasure for himself and is not rich to his God. ദൈവവിഷയമായി സമ്പന്നനാകാതെ, ഈ പറഞ്ഞ സാഹചര്യം എവിടാന്ന് നമുക്ക് ശരിക്കും അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു ധനവാനായ ഒരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും. ധനവാനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ധാന്യങ്ങളെല്ലാം പെരുകി. ആ ധാന്യങ്ങളെല്ലാം എവിടെയാണ് ഞാൻ കൂട്ടുവെക്കേണ്ടത്? എന്നിട്ട് അദ്ദേഹം തന്നെ പറയുവാണ്, എൻ്റെ പണ്ടകശാലകളെല്ലാം ഞാൻ വലുതായി പണിഞ്ഞിട്ട് ഈ ധാന്യങ്ങളെല്ലാം ഞാൻ കൊയ്ത് കൂട്ടി ഒരിടത്ത് വെച്ചിട്ട് ഞാൻ മാസങ്ങളോളം തിന്ന് കുടിച്ച് സുഖിച്ച് അങ്ങനെ ജീവിക്കും. അങ്ങനെ സ്വയം ആനന്ദിക്കാൻ, സ്വയം സന്തോഷിക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവം ആ മനുഷ്യനെ വിളിച്ചതെന്താണ്? മൂഢനാണ്. യു ഫൂൾ. ഇന്ന് രാത്രി നിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നീ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ നമ്മൾക്ക് വധിക്കുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇതാണോ ദൈവം നമ്മളോട് കൽപ്പിച്ചത്? ദൈവം നമ്മൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ മനുഷ്യാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ഭൗതിക ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന ആ മനുഷ്യനെ, ആ ദൈവത്തിൻ്റെ പുത്രനെയും സാത്താൻ വിട്ടില്ല. കാര്യം അവനും ഭൗതിക ശരീരത്തിലാണ് വന്നിരിക്കുന്നത്. ഭൗതിക ശരീരമെടുത്ത് തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ഭൗതിക ശരീരത്തിൽ. പക്ഷേ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ശരീരത്തില്ല. പാപത്തെ വെറുത്തിട്ട് ഒരു ഭൗതിക ശരീരം എടുത്തിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ പ്രിയപുത്രനെ സാത്താൻ ചോദിച്ചതാണ്, നീ തിന്നുക, നീ ദൈവപുത്രനെങ്കിൽ തിന്നുക, നിനക്ക് വിശന്നിരിക്കുകയല്ലേ, ഇത് ഭക്ഷിക്കുക. നമുക്കറിയാം ആ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം. നീ ഭക്ഷിക്കുക, ആനന്ദിക്കുക, നീ ഭക്ഷിക്കുക, വിശന്നിരിക്കുന്ന എന്തിനാ, നീ ഭക്ഷിക്കുക. അപ്പം കർത്താവ് ഒരു വചനമാണ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നും സകല വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു. Man shall not live by bread alone, but every word proceeds from the mouth of God. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ അപ്പം മാത്രമല്ല അവൻ ജീവിക്കുന്നത്, അപ്പത്തിൻ്റെ കൂടെ അവന് വചനവും ആവശ്യമാണ്. കാര്യം മനുഷ്യനിൽ ഒരാത്മാവുണ്ടെന്നുള്ള ഒരറിവാണത്. അപ്പം വേണം. ശരീരത്തിൻ്റെ ഭൗതിക വളർച്ചയ്ക്ക് അപ്പം ആവശ്യമാണ്. പക്ഷേ ആ ഭൗതിക ശരീരത്തിൽ ഒരാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ദാനമായ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ള ജ്ഞാനം മനുഷ്യനുണ്ടാകണം. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതല്ലേ, സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകല ചരാചരങ്ങളെയും തൻ്റെ വചനം കൊണ്ടുകൊണ്ട് സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെയോ ദൈവം തൻ്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചു. തൻ്റെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിട്ട് അവൻ്റെ ഉള്ളിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി അവൻ്റെ ജീവനുള്ള വ്യക്തിയായി. അപ്പോൾ ആ മനുഷ്യനിൽ ചൈതന്യമുണ്ട്, ജീവനുമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം നിന്റെ ശരീരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ വചനം നിന്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വചനം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഭൗതിക ശരീരത്തിലെ ഉടയവരും നമ്മുടെ മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാർ ശരീരത്തിൻ്റെ ഉടയവരാണ്. പക്ഷേ നമ്മുടെ ആത്മാവിൻ്റെ ഉടയവൻ ദൈവമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഉടയവൻ. ആ ദൈവത്തെ അറിയുക എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് സംതൃപ്തി അറിയുകയുള്ളൂ. പക്ഷേ ഈ ആത്മാവിനെ കൊടുത്ത ദൈവം പിന്നീട് എന്താണ് പറഞ്ഞത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13-ാം അധ്യായത്തിൽ ദൈവം എഴുതിയിരിക്കുന്നത് എന്താണ്? എൻ്റെ ആത്മാവ് മനുഷ്യനെ സദാ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. മൈ സ്പിരിറ്റ് ഷാൽ നോട്ട് സ്റ്റേ ഇൻ മാൻ ഫോർ എവർ. കാരണം എന്താണ്? ഹീസ് ഫ്ലഷ് ഇൻഡീഡ്. എൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയില്ല, വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അതെങ്ങനെ? അപ്പം ദൈവം പറഞ്ഞത് എൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോയി, അവൻ്റെ ഉള്ളിൽ അവനിൽ നിന്ന് അവൻ എടുത്തു മാറ്റി എന്നൊന്നും അല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്
അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നില്ല. അതായത് നമ്മളൊരു സെല്ല് വാങ്ങിച്ചാൽ എത്ര വലിയ സെല്ലായിക്കോട്ടെ, എത്ര വില കൂടിയ സെല്ലാണെങ്കിലും അതിൻ്റെ എല്ലാം ഉണ്ട്, അതിൻ്റെ സിം കാർഡ് ഇട്ട് അതെല്ലാം എല്ലാ ഫെസിലിറ്റീസും അതിനുണ്ട്. പക്ഷേ അതിന് ചാർജ് ഇല്ലെങ്കിൽ അതെങ്ങനെ പ്രവർത്തിക്കും? ഇതുപോലെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ട്. അത് പ്രവർത്തിക്കുവാൻ ആവശ്യമുള്ള വചനം നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ, കൈക്കൊള്ളുന്നില്ലെങ്കിൽ ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിനക്ക് ജീവിതത്തിൻ്റെതായ അത് ദൈവവുമായി കണക്റ്റുള്ള ദൈവത്തിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ദൈവവുമായി ഇതേപോലെ ബന്ധം പുലർത്തുന്നത് ആ ആത്മാവ് വഴിയാണ്. ആത്മാവിനെ നമ്മൾ നിരാകരിച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഭൗതികമായി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കത്തില്ല. നമുക്കൊരു ഭൗതികമായ ഒരു ജീവിതമുണ്ടെന്നും അതായത് ഭൗതികമായതിനെ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഈ ശരീരം അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ. നമ്മൾ ക്ഷണികമായതിനെ സ്വീകരിക്കുന്നു, നിത്യമായതിനെ നമ്മൾ തിരസ്കരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മളൊരു 10, 50, 60 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടും. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ വചനം നമ്മളെ സങ്കീർത്തനക്കാരൻ വയലിലെ പുഷ്പം പോലെ അത് പൂക്കുന്നു, കാറ്റടിക്കുമ്പോൾ അത് ഇല്ലാതാകുന്നു, പിന്നെ അതിൻ്റെ സ്ഥാനം ഇവിടാണെന്ന് പോലും അറിയുന്നില്ല. നമ്മുടെ മാതാപിതാക്കന്മാരും അറിയപ്പെട്ട വ്യക്തികളും എത്രയോ പ്രസിദ്ധന്മാർ ഈ ലോകത്തിൽ ജീവിച്ചു. അവരൊക്കെ മൺമറഞ്ഞു പോയി. അവിടെ ഇനി അടുത്ത തലമുറ എഴുതാൻ അവരെക്കുറിച്ച് ആരും ചിന്തിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം എത്ര ശ്രേഷ്ഠമാണ്, അതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല. പക്ഷേ നിത്യമായതൊന്നുണ്ട്. ചില മനുഷ്യർ നിൽക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പിന്നെ നീ എങ്ങനെ നിനക്കതെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങും? നമുക്ക് നിത്യമായ ഒരു ജീവനുണ്ടെന്ന് ദൈവത്തിൽ പരിശുദ്ധ സുവിശേഷത്തിൽ 2 ഭാഗങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന് ഈ സംഭവം, ഈ ധനവാനായ മനുഷ്യൻ്റെ സമ്പത്തുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന. മറ്റൊന്ന് ലാസറസിനെ കുറിച്ച്. ലാസറസ് ജീവിച്ചിരിക്കുന്ന ധനവാന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ചിന്തകൾ അത് മാത്രമായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പുതുവസ്ത്രം കളഞ്ഞിരിക്കുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. അവൻ പോയത് അവിടെയാണ്. നരകത്തിൽ അവൻ നരകയാതന അനുഭവിക്കുന്നു. പക്ഷേ ലാസറസ് ചെയ്യുന്ന നന്മ എന്താണെന്ന്, ലാസറസ് നന്മ ചെയ്തത് എന്താണെന്ന് നമുക്ക് വചനത്തിൽ പറയുന്നില്ല. പക്ഷേ ലാസറസിന് 2 ഗുണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് അവൻ്റെ പെർസീവറൻസ്, പ്ലസ് അവൻ്റെ ലോങ് സഫറിങ്. അവൻ്റെ ലോങ് സഫറിങ് അവൻ എന്തോ ഒരു വ്രണങ്ങൾ വന്ന് എന്തോ ഒരു വേദന അനുഭവിച്ചൊരു വ്യക്തിയാണ്. അവൻ ജീവിതകാലം മുഴുവൻ അവൻ വേദന അനുഭവിച്ചു. 2 അവൻ്റെ പെർസീവറൻസ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട്. എനിക്ക് ആഹാരം എപ്പം കിട്ടും അങ്ങനല്ല, അവനവിടെ ജീവിച്ചു. അവന് 2 ഗുണങ്ങളുണ്ടായ 2 ഗുണങ്ങൾ ഇതാണ്. അവന് പെർസീവറൻസ് ഉണ്ടായിരുന്നു, അവന് ലോങ് സഫറിങ് ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തെ വളരുന്നതിന്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവ ചൈതന്യം വളർത്തുന്ന 2 വികാരങ്ങളാണത്: പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ്. സഹനശേഷിയും ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കാനുള്ളതായ ആ പേഷ്യൻസിയും ആ ഡിലിജിയൻസിയും. അതുകൊണ്ട് മാത്രമേ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കർത്താവ് പറയുന്നത് എന്താണ്? നീ ദൈവ വിഷയമായി സമ്പന്നനാകണം. ഒരു സാധാരണ പണക്കാരനെ നമ്മൾ സമ്പന്നനെന്ന് പറയത്തില്ല. സാധാരണ ഒരു തെന്നിക കുടിക്കുകയും അത്യാവശ്യത്തിന് കുറച്ച് ചെറിയൊരു കാറ് കൊണ്ട് അങ്ങനെയൊക്കെ അവൻ സമ്പന്നനാകാണെന്ന് നമ്മൾ പറയത്തില്ല. സമ്പന്നൻ എന്ന് പറയുന്നവൻ അവൻ സമ്പന്നനായിരിക്കും. അവൻ മറ്റുള്ളവരെ സഹായിക്കാനും അവൻ കീർത്തിവാനായിരിക്കും. നമ്മൾ ദൈവവിഷയമായി സമ്പന്നനാകാനാണ് കർത്താവിൻ്റെ ആഗ്രഹം. അതിന് നമുക്കൊരു തടസ്സവുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവുണ്ടെന്നും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലുണ്ടെന്നും അവൻ്റെ സംരക്ഷണയിലാണെന്നും അവന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു സാധാരണ ഒരു ചിന്തയും അതിനുവേണ്ടി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാമാണ് പ്രവർത്തിക്കുന്നത്, അധ്വാനിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നത്, അതിൻ്റെ ഒരു 10% നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവവിഷയമായി സമ്പന്നനാകാൻ സാധിക്കും. അത് ഒരു ചെറിയൊരു തീയാണ് വലിയൊരു കട്ടുതീയായിട്ട് പടരുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ 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 വലുതായിട്ട് അത് വളരുകയും നമുക്ക് ദൈവവിഷയമായി നമുക്ക് എങ്ങനെ സമ്പന്നനാകാൻ സാധിക്കും? എങ്ങനെയാണ് നമുക്ക് ദൈവവിഷയമായി സമ്പന്നരാകാൻ സാധിക്കുന്നത്? ഒന്നാമത്തെ കാര്യം തന്നെ, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു തൻ്റെ ശിഷ്യന്മാരെ അവൻ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഹി കോൾഡ് എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? കോൾഡ് എന്ന് പറയുന്നത്
കോൾഡ് അല്ലെങ്കിൽ വിളിച്ചു എന്ന് പറയുന്നതിന് ഒരു ഉദ്യോഗത്തിലൊക്കെ ഒരു മനുഷ്യന് പോകാനിരിക്കട്ടെ, ഉദ്യോഗത്തിൽ ചേരാൻ പോകുന്ന മനുഷ്യന് അവന് ഇപ്പോൾ അവന് മനുഷ്യനെ അവൻ ആദ്യം അവന് ആപ്ലിക്കേഷൻ കൊടുക്കും, അവന് യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റുകളും അതുകളെല്ലാം കൊടുത്തും അവൻ സബ്മിറ്റ് ചെയ്ത് അവനെ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇൻ്റർവ്യൂ വിളിച്ച് ഇവൻ യോഗ്യനാണോ, ഇവൻ പറഞ്ഞതെല്ലാം സത്യമാണോ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിലാണ് അവന് കോൾ ലെറ്റർ വരുന്നത്. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയും അതുമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് പത്രോസിനെയും സഹോദരനായ അന്ത്രോസിനെയും വിളിച്ചു എന്നാണ് പറയുന്നത്. ഗലീലിയ കടപ്പുറത്ത് കർത്താവ് നടന്നു പുറത്തുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് എന്ന് പറയുന്നവരും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അന്ത്രയോസും കടലിൽ വലയെറിയുന്നത് കണ്ട് കർത്താവ് അവരെ വിളിച്ചു എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ശബദിപുത്രന്മാരായ യോഹന്നാനും യാക്കോബും അപ്പൻ്റെ അടുത്തിരുന്ന് വല റിപ്പയർ ചെയ്യുന്ന, വല ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്ന, വല ഇങ്ങനെ അതിൻ്റെ കേടുപാടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്ന അവരെ കണ്ടും അവരെയും വിളിച്ചു എന്നാണ് പറയുന്നത്. അവരെയും വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം കർത്താവ് നടന്നുമ്പോൾ ടാക്സിൻ്റെ, അതായത് നികുതി പണം പിരിക്കുന്നതായ ടാക്സ് ഓഫീസിൽ നിന്നും മത്തായി അവിടെ ഇരിക്കുന്നത് മത്തായിയെയും വിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമുക്കതിൻ്റെ കാരണം നമുക്ക് ശരിയായിട്ട് പഠിക്കാം. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പിതാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരെ വിളിച്ചതിന് പുതിയവരായിട്ടല്ല, പിതാവായ ദൈവത്തിലൂടെയാണ് അവർ ദൈവത്തിൻ്റെ വചനത്തേക്ക് വന്നത്. അവരെ നേരത്തെ ഈ കാര്യത്തിന് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുകയായിരുന്നു. കാര്യം ഐശയ്യാ പ്രവാചകൻ 54-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉദ്ദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. സംശയമുണ്ടോ? സംശയമില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ എന്തിനാണ് കേൾക്കുന്നത്? ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. നിങ്ങൾ എന്തിനാണ് സമയത്ത് കുളിച്ചൊരുങ്ങി തയ്യാറായിട്ട് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതാണ്. സന്ധ്യയാകുമ്പോഴത്തെ മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം വിളിച്ചിരുത്തി നമുക്ക് മക്കളെ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ മക്കളായുണ്ട്. അതെന്താണ്? ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും അത് യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. ദൈവം നിന്നെ വിളിച്ചത് കൊണ്ട് ആദ്യം ദൈവം നിന്നെ വിളിച്ചു. കർത്താവായ യേശുക്രിസ്തു തനിക്ക് തന്ന ശിഷ്യന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങൾ ഒരു മിനിറ്റ് ആലോചിച്ചത്, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. സാത്താൻ്റെ മക്കളുമുണ്ട്, ദൈവത്തിൻ്റെ മക്കളുമുണ്ട്, സാത്താൻ്റെ മക്കളുമുണ്ട്. അത് നമുക്കറിയണം. കർത്താവ് തൻ്റെ പരിശുശ്രൂഷ സമയത്ത് പരീക്ഷന്മാരെ ശാസ്ത്രിമാരെ എടുത്തു വന്നപ്പോഴത്തേക്ക് വാദപ്രതിവാദത്തിലൊക്കെ നടന്നിരിക്കുമ്പോഴത്തെ പരീക്ഷന്മാർ ശാസ്ത്രിമാരും കർത്താവിനോട് പറയുന്നുണ്ട്. നമുക്കറിയാം, നീ ഒരു ശമരിയനാണ്, നിനക്കൊരു സാത്താനുണ്ട് എന്നൊക്കെല്ലാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടമായ ദൈവം വന്നു കഴിഞ്ഞിട്ട് പറയുവാണ്, നീ ഒരു സാത്താനാണ്, നീ ഒരു ശമരിയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടന്നുള്ളവനും ഒന്നും അറിയാത്തവരും മറ്റുള്ള നിർമ്മിക്കപ്പെടുന്നവരും എന്നൊക്കെയാണ് ഈ ശമരിയക്കാരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്താണ്? നീ ഒരു ശമരിയനാണ്, നിനക്കൊരു സാത്താനുണ്ട്. പിന്നെ കർത്താവ് അവരോട് സംസാരിച്ച് കഴിഞ്ഞ് തരുമ്പോഴത്തേക്കാണ്, ഞങ്ങൾക്ക് അബ്രഹാമുണ്ട്, ഞങ്ങൾക്ക് മോശയുണ്ട്, മോശയാണ് മോശ ദൈവത്തോട് സംസാരിച്ചത്. കർത്താവ് അവരോട് സംഭാഷണം ഒടുവിൽ പറഞ്ഞു. കർത്താവ് അവരോട് സംസാരിച്ച് ഒടുവിൽ അവരോട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് സാത്താനാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പിതാവ് സാത്താണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളും സാത്താൻ്റെ മക്കളുമുണ്ട്. കർത്താവ് പറയുന്നതിൻ്റെ കാരണം അതാണ്. പ്രകാശം വന്നിട്ടും പ്രകാശത്തിലേക്ക് വരാൻ അവർക്കിഷ്ടമില്ല. അവരുടെ അന്ധകാരത്തിൽ അവരുടെ ആ മ്ലേച്ഛതയിലും പാപത്തിലും അവരുടെ വിക്കറ്റ്നെസ്സിലും ജീവിക്കാൻ അവർക്കിഷ്ടം. പ്രകാശത്തിലേക്ക് വരാൻ അവർക്കിഷ്ടമല്ല. അവരെയാണ് കർത്താവ് സാത്താൻ്റെ സന്തതി എന്ന് വിളിക്കുന്നത്. സാത്താൻ സന്തതി എന്ന് വിളിക്കുന്നതാണ്. കർത്താവ് പ്രകാശമുണ്ടായിട്ടും പ്രകാശത്തിലേക്ക് വരാൻ നിൽക്കുന്നത്. ഇവിടെ കർത്താവ് അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ മക്കളും സാത്താൻ്റെ മക്കളുണ്ട്. നമ്മൾ സാത്താൻ്റെ മക്കളല്ല. ദൈവത്തിൻ്റെ വചനം അറിയാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മൾക്ക് ദൈവത്തിൽ സമ്പന്നന്മാരാകുവാനുമാണ് നമ്മുടെ ശ്രമം. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഇരുന്നിട്ട് നമുക്ക് കൂടുതൽ നമുക്ക് പഠിക്കാം. വെറും ഒരറിവും ഒരു ജ്ഞാനവും അല്ലെങ്കിൽ കേവലം ഒരു സാധാരണ വ്യക്തിയായിട്ട് അല്ല
ജീവിക്കാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ സമ്പന്നനാകണം, ദൈവവചനത്തിൽ സമ്പന്നനാകണം. ദൈവത്തിൽ സമ്പന്നനാകാൻ ഉള്ള ഏക വചനം ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനം കർത്താവ് തൻ്റെ പരിശുശ്രൂഷ കാലത്ത് തൻ്റെ ഉയർത്തുന്നതിന് ശേഷം കർത്താവ് ശിഷ്യന്മാർക്ക് വന്നു കൊടുത്ത ആദ്യത്തെ ദാനം എന്താണെന്നറിയോ? He opened their understanding to comprehend the scripture. ദൈവത്തിൻ്റെ വചനത്തെ പിടിച്ചെടുക്കുവാനുള്ളതായ അണ്ടർസ്റ്റാൻഡിങ് അത് തുറന്നു കൊടുത്തു. കാര്യം ദൈവത്തിൻ്റെ വചനം മുഴുവനും സീൽഡാണ്. വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം 1-ാം മുദ്ര, 2-ാം മുദ്ര, 4-ാം മുദ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. ദൈവത്തിൻ്റെ വചനമെല്ലാം സീൽഡാണ്. അപ്പം ദൈവം തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് ഹി ഓപ്പൺഡ് ദെയർ അണ്ടർസ്റ്റാൻഡിങ് ടു കോംപ്രിഹെൻഡ്. വചനത്തെ പിടിച്ചെടുക്കുവാനുള്ളതായ അവരുടെ ജ്ഞാനത്തെ കർത്താവ് തുറന്നു കൊടുത്തു. വചനത്തെ വിവേചിച്ചറിയാനുള്ളതായ അവരുടെ ജ്ഞാനത്തെ കർത്താവ് തുറന്നു കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വചനം ചുമ്മാ നമ്മൾക്ക് വായിച്ച് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധമായവർ നമ്മൾ വായിക്കുന്നത് കേവലം ഒരു ബൈബിളിൻ്റെതായ ജ്ഞാനത്തിന് വേണ്ടി, ബൈബിൾ കഥകൾ മനസ്സിലാക്കുവാനും ചരിത്രം മനസ്സിലാക്കുവാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ വേണ്ടി ആയിരിക്കരുത് വായിക്കുന്നത്. അങ്ങനെ വേണ്ടിയല്ല നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു നിരന്തരമായ ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നത്. അത് വായിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സമക്ഷത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവമേ, നിൻ്റെ വചനം മനസ്സിലാക്കുവാൻ എൻ്റെ ജ്ഞാനത്തെ നീ തുറന്നതാ കർത്താവേ എന്ന് നിഷ്കളങ്കതയോടും നിസ്വാർത്ഥതയോടും കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെ ഞാൻ ബൈബിൾ ദിവസം വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയോ അങ്ങനെ ഒരു പ്രവചനത്തിലായിരിക്കരുത്. അത് വായിക്കുന്നതിന് മുൻപ് നിൻ്റെ ഹൃദയം കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ വചനമെല്ലാം സീൽഡാണ്, അതെല്ലാം നിഗൂഢമാണ്, അത് റെവലേഷനാണ്. അത് മനസ്സിലാക്കുവാൻ കർത്താവെ എൻ്റെ ഹൃദയത്തെ തുറന്നുക. കർത്താവെ, ഈ ലൗകിക ജീവിതത്തിൽ ജീവിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നിഗൂഢമായ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ജ്ഞാനം അയച്ചു കർത്താവെ. നിഷ്കളങ്കതയോടും നിസ്വാർത്ഥയോടും നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതം ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഓരോന്നായിട്ട് അവൻ്റെ വെളിപാടുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. അങ്ങനെയാണ് നമ്മുടെ വചനമായി നമ്മൾ സമ്പന്നനാകേണ്ടത്. ദൈവവുമായി ഒരു പേഴ്സണൽ ബന്ധം ഞാൻ പ്രിയപ്പെട്ട ദൈവമക്കൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം ദൈവവുമായി ഒരു പേഴ്സണൽ ബന്ധം സ്ഥാപിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ നമുക്ക് സാധിക്കുന്ന കാര്യമാണത്. ആദ്യമൊക്കെ അത് കുറച്ച് നമ്മുടെ ജീവിതത്തിന് നട്ടോട്ടം കൊണ്ടും പ്രയാസം കൊണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകലവും നമ്മൾക്ക് ലഭിക്കും. സകലവും തരുന്ന കർത്താവാണ്. ആ കർത്താവിനെ നമ്മൾ ഹൃദയം തുറന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും അതിനുവേണ്ടി നമുക്ക് വേണമെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവ് തരും നമുക്ക്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? നമ്മളെ പുഷ്ടിപ്പെടുത്താനും നമ്മൾക്ക് തൃപ്തിപ്പെടുത്താനും നമ്മളെ സമ്പന്നരാക്കാനുമാണ്. നമ്മുടെ ഭൗതിക കാര്യത്തിന് വേണ്ടി മാത്രം സമ്പന്നരാക്കാനല്ല, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ എൻ്റെ മാംസവും എൻ്റെ രക്തവും മാംസവും നിങ്ങൾ ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോയില്ലേ? പത്രോസ് പോയില്ല. പത്രോസ് അവിടുത്തെ കർത്താവോട് പറഞ്ഞു, കർത്താവേ, നിത്യജീവൻ്റെ വഴികൾ നിന്നിൽ നിന്ന് വരുന്നു, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെയാണ് പോകേണ്ടത് കർത്താവ്? പത്രോസ് ചോദിക്കുന്നത്. നമുക്കും അതുപോലെ കർത്താവിനെ വിളിച്ചു, കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞാൻ പോടിയാലും നിന്നെ വിട്ടിട്ട് ഞാൻ എവിടേക്ക് പോകാനാണ് കർത്താവേ? നിന്നിലെല്ലാം ഉണ്ട് കർത്താവേ. നിന്നെ വിട്ടിട്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കും. നിന്നെ ഞാൻ ആശ്രയിക്കുന്നു കർത്താവേ. നീ എന്നെ സഹായിക്കുക കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ സകല വശങ്ങളിലും നീ എന്നെ സഹായിക്കുക. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എനിക്കൊരു അറിവ് നീ എനിക്ക് താ കർത്താവേ. നമ്മൾ ആത്മാർത്ഥതയോടും കർത്താവിൻ്റെ പാദങ്ങളിലിരുന്ന് അവൻ ചോദിച്ചത് അവനെല്ലാം നമുക്ക് തരും. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണമെന്നറിയാം, ഹിസ് ലവിങ് കൈൻഡ്നസ്. വാത്സല്യമാണ് കർത്താവിന് കൂടുതലുള്ളത്. ആ വാത്സല്യത്തോടാണ് നമുക്ക് വാത്സല്യമുള്ള ആരോടാണ് നമുക്ക് വാത്സല്യം? കൊച്ചു കുഞ്ഞുങ്ങളോട്, അവരോടൊക്കെ മറ്റുള്ളവരൊക്കെ നമ്മൾ സ്നേഹമാണ്. കർത്താവിൻ്റെ ഒരു സൂപ്പർ ലവ് ഫോമാണ് വാത്സല്യം, അവൻ്റെ ലവിങ് കൈൻഡ്നസ്. അതാണ് കർത്താവ് നമ്മളോടുള്ളത്. അത് മനസ്സിലാക്കി കർത്താവിൻ്റെ അടുത്തിരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കതിനെല്ലാം സാധിക്കട്ടെ. ദൈവാനം നിങ്ങളെ ഒരുക്കും. അതിനെ നിങ്ങൾ ശ്രമിക്കുക മാത്രം മതി. നമ്മുടെ കർത്താവ് ദയുള്ള കർത്താവ്. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. ആമേൻ.